നമസ്കാരം. മലയാള സിനിമയുടെ ഗതിമാറ്റിയ ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന് വേണമെങ്കിൽ പറയാം. ദൃശ്യത്തിന് മുൻപും ദൃശ്യത്തിന് ശേഷവുമുള്ള മലയാള സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് അധികവുമുള്ളത്. കാരണം മലയാള സിനിമ കേരളം വിട്ട് കൂടുതൽ മാർക്കറ്റ് പിടിച്ചത് ദൃശ്യത്തിന് ശേഷമാണെന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ദേശാന്തരങ്ങൾ കടന്ന് അംഗീകാരങ്ങൾ നേടിയ സിനിമ കൂടിയാണ് ദൃശ്യം. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ക്രൈം ത്രില്ലർ ചിത്രം അതുവരെയുള്ള ക്രൈം സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് പ്രേക്ഷകന് സമ്മാനിച്ചത്. വെറുമൊരു ഫാമിലി മൂവി എന്ന ലേബലിൽ ഇറങ്ങി പിന്നീട് ഇന്ത്യ ഒട്ടാകെ വലിയ ചർച്ചാ വിഷയമായ സിനിമ. ഇന്ത്യ വിട്ട് ലോകമാകെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് പരാമർശങ്ങൾ ഉയർന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം 1ഉം 2ഉം ഭാഗങ്ങൾ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറുകയായിരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അതുപോലെ തന്നെ കൊറിയൻ, ചൈനീസ് ഭാഷകളിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്ത ചിത്രം അവിടെയും മികച്ച അഭിപ്രായമാണ് നേടിയത്. ദൃശ്യത്തിന്റെ 1ഉം 2ഉം ഭാഗങ്ങൾ വമ്പൻ ഹിറ്റായതോടെ 3ആം ഭാഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളി പ്രേക്ഷകർ. ഇപ്പോഴത്തെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട ദൃശ്യം 3യുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന് സാക്ഷാൽ മോഹൻലാൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് എന്ന് കൃത്യമായി ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പരാമർശിച്ചിട്ടില്ല. എങ്കിലും സിനിമയുടെ ഹിന്ദി പതിപ്പ് മലയാളത്തെ മറികടക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3 ഹിന്ദി പതിപ്പ് ഉടൻ ആരംഭിക്കും എന്നാണ് പിങ്കുവില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജയ് ദേവ്ഗൺ നായകനായി എത്തിയ ദൃശ്യം 1ഉം 2ഉം ഹിന്ദി പതിപ്പിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. സിനിമയുടെ 3ആം ഭാഗത്തിനായി ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദൃശ്യം 2 ഹിന്ദി പതിപ്പ് സംവിധാനം ചെയ്ത അഭിഷേക് പഥക് തന്നെയാണ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത്. സംവിധായകനും സംഘവും നടനുമായി ചർച്ചകൾ നടത്തിയെന്നും വീണ്ടും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അജയ് ദേവ്ഗൺ സമ്മതിച്ചു എന്നുമാണ് പിങ്ക്വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജയ് ദേവ്ഗൺ ഇപ്പോൾ ദേ ദേ പ്യാർ ദേ 2, ധമാൽ 4, റേഞ്ചർ എന്നീ സിനിമകളുടെ തിരക്കിലാണ്. ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം 3 ആരംഭിക്കുക എന്നാണ് സൂചന. 2015 ദൃശ്യം ഹിന്ദി റീമേക്ക് ആദ്യം റിലീസ് ചെയ്തത്. വിജയ് സൽഗോങ്കർ എന്ന കഥാപാത്രമാണ് അജയ് ദേവ്ഗൺ അവതരിപ്പിച്ചത്. ദൃശ്യം 3 തിരക്കഥയിലെ ട്വിസ്റ്റുകളും സംഭവങ്ങളും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. ആഗോളതലത്തിൽ 150 കോടിയോളം രൂപയാണ് സിനിമ നേടിയത്. നിഷികാന്ത് കാമത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 2022 ദൃശ്യം 2 ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത്. സിനിമയുടെ മലയാളം പതിപ്പ് ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീം ചെയ്യുകയായിരുന്നുവെങ്കിൽ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 300 കോടി രൂപയിലധികം കളക്ട് ചെയ്യുകയായിരുന്നു. നിഷികാന്ത് കാമത്തിന്റെ വിയോഗത്തിന് പിന്നാലെ അഭിഷേക് പഥക് ചിത്രത്തിന്റെ സംവിധായകൻ ആവുകയായിരുന്നു. അജയ് ദേവ്ഗണിന് പുറമെ തബു, ശ്രിയ ശരൺ എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.